ചങ്ങായിമാരെ ഞാൻ നിങ്ങളെ കാണിച്ചിടാൻ പോകുന്നത് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞുപോയ എന്റെ അൻസാരി ഉസ്താദിന്റെ ഒരു വീഡിയോ ആണ്. ഉസ്താദ് വീഡിയോ ചെയ്തതിന്റെ ഫലമായിട്ട് കിട്ടിയ സഹായം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട സുജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ അമ്മയുണ്ടല്ല, അമ്മ വിളിച്ചിട്ട് അൻസാരി ഉസ്താദിനോട് നന്ദി പറയുന്ന ഒരു മനോഹരമായ വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അൻസാരി ഉസ്താദിനെ മുസ്ലിങ്ങളെയൊക്കെ ഉണ്ടല്ല തീവ്രവാദികൾ എന്ന് വിളിച്ചേക്കുന്ന കുറെ ചാണകസംഖ്യലുണ്ടല്ല, ആ ചാണകസംഖ്യയിൽ ഒരുത്തനെങ്കിലും നന്നായിട്ടുണ്ടെങ്കിലോ എന്ന് ഞാൻ ആശിച്ചു പോന്ന്. നന്നാവൂല എന്നാലും ഞാൻ ആശിച്ചു പോകുന്നു. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാന് സുജിത്തിന്റെ അമ്മയാണ്. ഞാൻ ഇപ്പോഴാണ് എനിക്ക് നമ്പർ കിട്ടിയത്. അപ്പൊ ഞാൻ ഉസ്താദിനെ വിളിക്കണം എന്ന് ഓർത്തിട്ട് എനിക്ക് പറ്റിയില്ല. ഉസ്താദ് ചെയ്ത ഉപകാരം ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയല്ല. ഞങ്ങൾ എന്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തി തന്നു. എന്റെ പേര് ഇന്ദിര. ഞങ്ങൾ അവിടെ വന്നപ്പോ ഉസ്താദ് ഇല്ലായിരുന്നു അവിടെ. സലാം പറഞ്ഞപ്പോഴേ ഞാൻ എത്തിപ്പോയോ. അതെ, ഞങ്ങള് പിന്നെ ഇപ്പൊ അവനങ്ങനെ ഇരിക്കണേണ്. അവന് ഭയങ്കര ടെൻഷനൊക്കെയാണ്, കാല് പിടിപ്പിക്കാത്തോണ്ടേ. അല്ല, അവനിക്ക് ഞാൻ പറഞ്ഞിട്ട് സൂചിച്ചിട്ടുള്ളൂ. ഞാൻ ഈ ഒരു ആഴ്ചയായിട്ട് കുറച്ച് തിരക്കിലേക്കാണ്, കുറച്ച് ഓട്ടത്തിലാണ്. കുഞ്ഞിനും വയ്യ, വൈഫിന് സുഖമില്ലായിരിക്കണം. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ ശേഷം കാല് വെക്കാനല്ലേ, വെപ്പുകാലല്ലേ. അതെ അതെ, അതൊന്നും വെച്ച് കിട്ടിയാൽ നമ്മൾ അവനൊരു ജോലി എടുത്താൽ. ഞാനിപ്പോ പുത്തൻകുരിശിലൊരു കടയിലാണ്, ഹോട്ടലിലാണ്. ഞാൻ ആഴ്ചയില് ജോലി ചെയ്തിട്ട് ചെന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. അവനും സുധിയും ഞാനും ഒക്കെ ഉണ്ട്. പക്ഷെ അവനും ഒരു കുടുംബമൊക്കെ ഉണ്ടല്ലോ, അവനും വയ്യാതിരിക്കുക സുധിക്ക്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ പിടിപ്പിച്ചു കിട്ടി. അവന് MSc പാസ്സായതല്ലേ. പിന്നെ അപ്പൊ എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റിയ അത്രയും ഒരു നല്ല കാര്യമല്ലേ. ഇപ്പൊ കാര്യം അങ്ങനെ ഇരുന്നിട്ട് പുള്ളി ടെൻഷൻ പിടിക്കുകയാണ്. ചേച്ചി, നമ്മുടെ നിലവിൽ മറ്റേ സേവാഭാരതി പോലുള്ള സംഘടനയോടൊക്കെ ചോദിച്ചൂടെ? ഈ ഹിന്ദു സംഘടനകളിലൊക്കെ ചോദിച്ചാൽ എന്റെ പൊന്ന് നിക്കയക്കാന്ന് വിളിക്കാതെ എന്തെന്ന് വിളിക്കണമെന്ന് എനിക്കറിയാൻ മേല. എന്നാലും ഞാൻ പറയാണ്, ഞങ്ങൾ അവിടെ കിടന്നോണ്ട് ഇത്ര അനുഭവിച്ചിട്ട് ഒരു മനുഷ്യൻ ഞങ്ങളെ വിളിച്ചു ചോദിച്ചില്ല. അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായത്. അല്ലാതെ ഒരാള് ഞങ്ങളെ വിളിച്ചു ചോദിച്ചിട്ടില്ല ഈ കൊച്ചിന് എന്ത് പറ്റി. അവരുടെ കുറ്റമല്ല, അവരറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ സേവാഭാരതിയിലൊക്കെ ഒന്ന് അന്വേഷിച്ചെന്ന്. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ അവർ ഞാൻ ഭാരതീയൻ എന്നൊക്കെ പറഞ്ഞൊരു പേജ് ഉണ്ട്. അവിടെ കയറിയാൽ അവരൊക്കെ ആണെങ്കിൽ രഹസ്യമായിട്ട് ഒരുപാട് സഹായിക്കുന്നവരാ. അതിലേക്കൂടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടും. നിങ്ങളത് ശ്രമിക്കാത്ത അവരുടെ ഇതൊന്നും എത്താത്തത് കൊണ്ടാണ്. നമ്മളെ ഇപ്പൊ എന്തെങ്കിലും നമുക്കിപ്പോ എന്റെ മകനെ രക്ഷപ്പെടുത്തിയത് സാറാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം കൂടി ചെയ്ത്, അവന് വേറെ ഒന്നും വേണ്ട. അവൻ ഇത്രയും പഠിച്ചൊരു പയ്യനാണ്. അവനിങ്ങനെ കൊച്ചും അവന്റെ ഭാര്യയും അവനും കൂടിയാണ് ജീവിക്കുന്നത്. ഇപ്പൊ അവിടെ ഞാൻ പറഞ്ഞില്ലേ, പനങ്ങാട് വാടകക്ക് താമസിക്കണേന്ന്. അപ്പൊ അവന് എങ്ങനെയെങ്കിലും അവനൊന്നൊരു ജോലി കിട്ടിയാ ജോലിക്ക് പോകാൻ പറ്റിയ, അവനല്ലാതെ ടെൻഷൻ കയറി ഇരിക്കും. അവൻ വിളിച്ച് സംസാരിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇപ്പം അവന്റെ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? അവന്റെ കുട്ടിക്ക് 2 വയസ്സ് കഴിഞ്ഞു. എന്തായാലും ചേച്ചി ഒരാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ. ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയാം. അപ്പോഴേക്കും ഞാൻ ഫ്രീ ആവും. ഇൻഷാല്ലാ. അവൻ കാലും വെക്കും. നിങ്ങൾ ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞ എനിക്ക് ശരിയാ വരുന്നത്. നിങ്ങളിതൊക്കെ എവിടുന്ന് പഠിച്ചെന്നാലേക്ക് എന്തോ ചെയ്യാ. ഞാന് പ്രസവപ്പണിക്ക് പോണ മുഴുവനും മുസ്ലിങ്ങളുടെ വീട്ടിലാണ്. അല്ലേ? എന്താ ചെയ്യാ പടത്തെ. നിങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് സ്ഥലമൊക്കെ പറഞ്ഞോളൂ. ഞാൻ അലക്കണേ കഴിഞ്ഞ ദിവസമേ ഞങ്ങൾക്ക് ഒരുപാട് ദൈവത്തിന് തുല്യമാണ്. ഞങ്ങൾ അങ്ങനെ കണ്ടേക്കണതും. ഈ മറ്റേ ഞങ്ങൾ തീവ്രവാദ ഫണ്ടാണെന്നൊക്കെയാ പറയുന്നത് നിങ്ങളൊക്കെ സഹായിക്കുന്നത്. പറഞ്ഞോട്ടെ, എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ദൈവത്തിന് തുല്യമായിട്ട് ഞങ്ങൾ കണ്ടേക്കണം. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടിയേ ഇല്ല. ഇനി കേട്ടാ, ദൈവത്തിന് തുല്യമായിട്ടാ. ദൈവത്തിന് തുല്യം ആരുമില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവമാണല്ലോ ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. നമ്മളെല്ലാവർക്കും നമുക്ക് ചേച്ചി ഇന്ദിര ചേച്ചി നമുക്ക് ഓരോ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് തിരിച്ചു പോവാന്നുള്ളതാണ്. മനസ്സിലായ? നമ്മൾ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും. കാര്യം പറയട്ടെ, എനിക്ക് ഇവൻ അച്ഛനില്ല. പിന്നെ ഞാനിപ്പോ നടന്ന് ഈ പിന്നെ പുത്തൻകുരിശിലും അവിടെ ഇവിടെയൊക്കെ നടന്ന് ഈ ഹോട്ടൽ പണി എടുത്ത് കൊണ്ടുവന്ന് കൊടുത്താണ്. ഞാൻ എത്ര കൊടുത്താലും അവരൊരു ഭാര്യയും ഭർത്താവും, ഒരു ഭാര്യ ഒക്കെ ഒരു ഭർത്താവ് കൊടുക്കണത്ര ഒരു അമ്മക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ അവനൊരു കാല് പിടിപ്പിച്ച അവന്റെ ഭാര്യക്കും കുഞ്ഞിനും അവന് സന്തോഷമായിട്ട് ജീവിക്കാം. ഇപ്പൊ വാടകക്കാണ് ഇപ്പൊ കിടക്കുന്നത് പനങ്ങാട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയാൽ അവന്റെ കാര്യങ്ങൾ നടക്കുമല്ല. അതാണ് എന്റെ ഒരു മനസ്സമാധാനം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. ശരി. എന്ത് മനോഹരമായ വീഡിയോ ആണല്ലേ. അൻസാരി ഉസ്താദിനുള്ള ഈ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടല്ല, പ്രാർത്ഥന മാത്രം മതി ജീവിതകാലം മുഴുവനില്ല സമാധാനം കിട്ടാൻ വേണ്ടിട്ട്. പിന്നെ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കും ഉസ്താദിനാണ് ഈ വീഡിയോയിൽ സംഘികളെ കുറ്റം പറഞ്ഞതെന്ന്.
അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ സംഖ്യകളുണ്ടല്ല ഉസ്താദിനെ അത്രമാത്രം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഈ വീഡിയോന്റെ ഇടയ്ക്ക് സംഖ്യകളെ കുറ്റം പറഞ്ഞത്. അതായത് സംഖ്യകൾ ആരെയും സഹായിക്കൂലെന്ന് ഉസ്താദിനും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, മലയാളികൾക്കില്ല, മലയാളികൾക്ക് മൊത്തം അറിയാം. അൻസാരി ഉസ്താദ് ഉണ്ടല്ല പാവപ്പെട്ട ഹിന്ദുക്കൾ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സംഖ്യകളുണ്ടല്ല ഉസ്താദിനെ തീവ്രവാദി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുവായ ഞാനുണ്ടല്ല എന്റെ അൻസാരി ഉസ്താദിനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് അൻസാരി ഉസ്താദ് ഇന്ന് ചെയ്ത വേറൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ കൂടി കാണിച്ചുതരാം. ഈ വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. ചെയ്യേണ്ട വേണ്ട എല്ലാ കാര്യത്തിലും മുസൽമാന്മാർ മാത്രം രംഗത്തിറങ്ങുന്നുണ്ട്. സഹായഭ്യർത്ഥന നൽകുമ്പോൾ അത് മതം മാറ്റാനോ അല്ലെങ്കിൽ വർഗീയ ഫണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപം കൂടി കേൾക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ സംശുദ്ധമായ സേവാഭാരതിയുടെ ഫണ്ടുകൾ വരട്ടെ, ഭാരതീയനും ലക്ഷ്മി ഖാനത്തൊക്കെ രംഗത്ത് വന്ന് സഹായിക്കട്ടെ, അവർക്കും കൂടി അവസരം കിട്ടട്ടെ എന്ന് ആ നന്മയുള്ള വിചാരം കൊണ്ടാണ് ഞാൻ ബാബുവേട്ടന്റെ കേസ് ഒന്ന് മാറ്റിവെച്ചത്. പക്ഷേ വീഡിയോ ഇട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കോള് വന്നു, ഉസ്താദെ നമ്മളൊക്കെ മനുഷ്യരാണ്, അവിടെ ആരോടുള്ള വിരോധം തീർക്കണ്ട, നമ്മളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കുക എന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ ആ മനുഷ്യന് അയച്ചു തന്നു. അപ്പം തന്നെ ബാബുവേട്ടന്റെ ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി ബാബുവേട്ടൻ നിങ്ങളോട് എന്താ പറയാനുണ്ട് കേട്ടോ? എനിക്ക് 3 മക്കളാണ്. 2 പേർ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. ആദ്യമേ ഞാൻ മനുഷ്യസ്നേഹിയായ ഉസ്താദിനാണ് നന്ദി പറയുന്നത്. ഇപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ സഹായിച്ച ആ സാറിന് ഞാൻ നന്ദി പറയാണ്, വളരെയധികം നന്ദി പറയാണ്. ഞാനും എൻ്റെ കുടുംബം. സാറിന് വരാൻ കഴിയുമെങ്കിൽ നെയ്യാറ്റിങ്കര വരണം, എൻ്റെ വീട്ടിൽ വരണം. എനിക്കുണ്ടോ ഒരു കണ്ണിൻ്റെ കാഴ്ചയുള്ളൂ, ഈ കണ്ണിൻ്റെ കാഴ്ചയുള്ളൂ. ഈ പറഞ്ഞ അടുപ്പിച്ചായി വീട്ടിലായിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് പട്ടിണിയാണ്, സത്യം പറഞ്ഞാൽ പട്ടിണിയാണ്. ഇന്നലെ തന്നെ റേഷാരി 2 ദിവസം തീർന്നു. ഇന്നലെ പോയി ഒരു വഴിയില്ലാത്തതുകൊണ്ട് റേഷൻ കടയിൽ പോയി കടം ചോദിച്ചപ്പോൾ 2 കിലോ ആയിട്ട് തന്നു. അതാണ് ഇന്ന് കൊച്ചുങ്ങൾക്ക് ഒരു നേരത്തെ ആദായം കൊടുത്തത്. അങ്ങനെയാണ് അവസ്ഥ, എൻ്റെ അവസ്ഥ. കേട്ടല്ലോ അല്ലേ? പട്ടിണിയാണെന്ന്, മുഴുവൻ പട്ടിണിയാണ്. റേഷൻ അരി കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. വിശക്കുന്നതിന്റെ പ്രശ്നം എന്താടാ? വിശപ്പാണ്. എന്നെ കേട്ടിരിക്കുന്നതോട് പറയാണ്, നമ്മളിപ്പോൾ ഈ കൊടുത്ത 1 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നതെന്നറിയോ? കേട്ടു ഞാനൊരു കാര്യം പറഞ്ഞട്ടെ, ചാരിറ്റി എന്ന് കേട്ടുകൊണ്ട് വിദേശത്ത് നിന്നും തീവ്രവാദ ഫണ്ടുകൾ തനിക്കൊക്കെ ഇങ്ങനെ ഒഴിവി വരും. വേറെ അതെ, തീവ്രവാദ ഫണ്ടാണ്. സംശുദ്ധമായ രാജ്യസ്നേഹിയുടെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് തീവ്രവാദ ഫണ്ട് കൊടുക്കേണ്ടി വന്നത്. എടാ അല്പമെങ്കിലും മനുഷ്യത്വവും കാരുണ്യം ഉണ്ടെങ്കിൽ എടാ അവൻ ഹിന്ദു എന്നല്ല മനുഷ്യനെന്നാ പറയുന്നത്. മനുഷ്യനെന്നാ. 1 മാസമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ അയാളുടെ മെസ്സേജ് ഉണ്ട്, എന്നെ ഒന്ന് സഹായിക്കും. ആരൊക്കെ കണ്ടറാ? ആർക്കൊക്കെ മെസ്സേജ് അയച്ചു? ഏതെല്ലാം സ്ഥലത്ത് അയാൾ കയറി ഇറങ്ങി? ഒരു നേരത്തെ മരുന്നിന്റെ പൈസയെങ്കിൽ ആ കണ്ണ് കാണാത്ത ഒരു കണ്ണുകൊണ്ട് ജീവിക്കുന്ന 3 മക്കൾ, 2 പേര് ഭിന്നശേഷിക്കാരാ, ഒരു നേരത്തെ മരുന്നിന്റെ എങ്കിലും വക ഉണ്ടാക്കി കൊടുത്തോ? എടാ മനുഷ്യന്റെ പ്രശ്നം എന്താ നിനക്ക്? എടാ ഭാരതീയനാണെങ്കിലും ലക്ഷ്മികാരത്താണെങ്കിലും പിന്നെ ഈ വർഗീയത പറഞ്ഞാണെന്ന് തൂറ്റി നടക്കുന്നവരൊക്കെ പറയാം. മനുഷ്യന്റെ പ്രശ്നം എന്നറിയോ? ഭാര്യയ്ക്ക് ക്യാൻസർ ഉള്ളവന്റെ പ്രശ്നം ആ ഭാര്യയുടെ ക്യാൻസർ മാറുക എന്നുള്ളതാണ്. മുഴുവൻ പട്ടിണിയുള്ളവന്റെ പ്രശ്നം പട്ടിണി മാറുക എന്നുള്ളതാണ്. കടക്കാരന്റെ പ്രശ്നം കടം മാറുക എന്നുള്ളതാണ്. ഇതിനിടയിൽ എവിടെയാണ് മനുഷ്യർക്ക് ജാതി മതം പറയാൻ സമയം? നിങ്ങളും ഒന്നും കൊടുക്കണ്ട. കൊടുക്കുന്ന മനുഷ്യന്മാരെ അപമാനിക്കാതിരുന്നൂടെ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചലഞ്ച് ചെയ്തല്ലോ, നിങ്ങൾക്ക് ബാക്കി 10 ലക്ഷം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഓർത്ത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഒരാളും വന്നില്ലെന്ന്. ഒരാളും വന്നില്ല. എന്നെ ചീത്ത പറഞ്ഞിട്ട് പോയി. എന്ത് കാര്യം? എന്നെ ചീത്ത പറഞ്ഞു, എനിക്കിതൊക്കെ നല്ല തഴമ്പാ. ചീത്ത പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇനി മുതൽ അഭിമാനികളായ ഹിന്ദു സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾ അങ്ങനെ സഹായിച്ചുണ്ടാക്കി അവർ അങ്ങനെ ആശീർവാദവും അഭിനന്ദനങ്ങൾ വീട്ടെടുക്കണ്ട, ഞങ്ങൾ തന്നെ സഹായിച്ചോളാം. അങ്ങനെ ഹിന്ദുവിന് മുസൽമാന്റെ തീവ്രവാദ ഫണ്ട് കൊടുക്കണ്ട എന്ന് പറയാൻ തന്റെ ഉള്ള നട്ടലുള്ള ഒരുത്തൻ രംഗത്തോട്ട് ഉയർത്തുന്നുണ്ട്. കേട്ടോ, നിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കി നീ എത്ര പേരെ സഹായിച്ചിട്ടുണ്ട്? അവന്റെ മാനവികത. സഹായം തേടി വരുന്നവന്റെ നിസ്സഹായാവസ്ഥയും കണ്ണീരും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ എന്താ വേണ്ടത്? നിന്റെ നമ്പർ തന്നെ, നിന്റെ നമ്പറിന് ആള് പള്ളിയുടെ മുറ്റത്ത് ആളെ കുറക്കാൻ നിന്റെ നമ്പറിഞ്ഞ ഭാരതീയ നമ്പറിഞ്ഞതാ. എടാ അങ്ങനെ ആണെങ്കിൽ എന്താ വേണ്ടത്? നിങ്ങൾ സുസജ്ജമായി സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരണ്ടേ? ഇനി മുതൽ ഒരൊറ്റ തീവ്രവാദ ഫണ്ടുകളും കൊണ്ടും ഹിന്ദുവിന്റെ അഭിമാനം വിൽക്കുന്ന മുസൽമാന്റെ 1 രൂപ പോലും വേണ്ട, ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് രംഗത്ത് വരാൻ എന്താ വരാത്തെ? നീയൊക്കെ ചോദിച്ചാൽ 10 രൂപ എങ്കിലും സ്വന്തം സമുദായത്തിൽപ്പെട്ട തരുവോ? വിശ്വസിപ്പിക്കുവോ? നിനക്കൊക്കെ എന്താ പണി? അവർക്കറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഭാരതീയ നിന്നോടാണെങ്കിലും ഈ ലക്ഷ്മി കോണോത്തനാണെങ്കിലും ഈ പറയപ്പെട്ട സകല കക്ഷികളോടും പറയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഉപകാരം ചെയ്യണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ ഏറ്റെടുത്ത് ഉപദ്രവിക്കാതിരിക്കുക. ആരെ? നമ്മളെയല്ല, നിങ്ങൾ പറഞ്ഞോ, അതല്ല പ്രശ്നം. ഈ വരുന്ന മനുഷ്യന്മാരുടെ മനസ്സ് തകർത്ത് കളയരുത്. കാരണം ഇവിടെ മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇവിടെ പ്രശ്നം ഹിന്ദുവിന് മാത്രമല്ല, മുസൽമാന്റെ വീടും പട്ടിണിയാണ്, ക്രിസ്ത്യാനിയുടെ വീടും പട്ടിണിയാണ്. ഈ മനുഷ്യന്മാർക്ക് കിട്ടുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഈ കൊടുക്കുന്നവനെയും അല്ലാത്തവനെയും ചീത്ത വിളിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് മരവിക്കും. അതുവഴി ഈ സഹായഹസ്തങ്ങൾ ലഭിക്കുന്നവർക്ക് കൂടി ഇല്ലാതായി പോകും. അതുകൊണ്ട് നീയൊക്കെ എന്താ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങളുടെയൊക്കെ ചിത്രവും വീഡിയോ വെച്ച് തീവ്രവാദി വിളിച്ചോ. ഇതൊരു ഹരവാണ്. മൂക്കിപ്പൊടി വലിക്കുന്നവന് ആദ്യം വലിക്കുമ്പോൾ തുമ്മലുണ്ടാവുള്ളൂ, പിന്നെ ഇത് അവർക്ക് പിന്നെ പ്രശ്നമല്ല, പിന്നെ തുമ്മത്തില്ല, ശീലമായി കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പണി തുടർന്നോ, പക്ഷെ പാവങ്ങളുടെ അന്നം മുട്ടിക്കരുത്. നിസ്സഹായരായ മനുഷ്യരുടെ അവകാശങ്ങൾ തടസ്സപ്പെടുത്തരുത്. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ സാരി വാങ്ങുക, നീ മാല വാങ്ങുക, കമ്മല് മേടിച്ചിടുക, അതൊക്കെ ചെയ്തോളി. പാവങ്ങൾ ദ്രോഹിക്കരുത്.
അൻസാരി ഉസ്താദ് പറഞ്ഞു തന്നെയാണ് ചാണക സംഖ്യകൾ എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ കൊണ്ടിട്ടല്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ ആരെയും സഹായിക്കണ്ട, നിങ്ങൾ ആരെയും സഹായിക്കൂലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ പാവപ്പെട്ട ഹിന്ദുക്കളെ സഹായിക്കുന്ന അൻസാരി ഉസ്താദിനും വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിടില്ല, അവരെയും നിങ്ങൾ ശല്യം ചെയ്യാൻ പാടില്ല, അവരെയും നിങ്ങളിടില്ല ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്റെ ചാണക സംഖ്യകൾ നിങ്ങളിടില്ല അവരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടുന്നത് പാവപ്പെട്ട ഹിന്ദുക്കളുണ്ടല്ല, പാവപ്പെട്ട ഹിന്ദുക്കളായിരിക്കും. പിന്നെ കുറെ ചാണക സംഖ്യകൾ എന്നെന്താ പറയാനെന്നറിയാം, ഞാനൊരു അൻസാരി ഉസ്താദിന്റെ PR വർക്ക് ചെയ്യുന്ന ആളെന്നാണ്. അങ്ങനെ പറയുന്ന ചാണക സംഖ്യയോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു നന്മയുള്ള മനുഷ്യനെ, മനുഷ്യത്തുള്ള മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നത് PR വർക്കാണെങ്കിൽ നിങ്ങളോടല്ല അങ്ങനെ തന്നെ കരുതിക്കോ. അതുകൊണ്ട് അൻസാരി ഉസ്താദിന് വേണ്ടി ഇനിയുള്ള ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യും. അപ്പോഴെന്താ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്റെ അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.